നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എക്സാലോജിക്കിനെതിരായ കേന്ദ്ര ഏജൻസി ഇടപെടൽ രാഷ്ട്രീയ പ്രേരിതമെന്ന് നിലപാടെടുത്ത് തള്ളുമ്പോഴും നിയമ നടപടിയിൽ CPM-ന് ആകാംക്ഷ. എക്സാലോജിക് നൽകിയതും എക്സാലോജിക്കിനെതിരെ നൽകിയതുമായ 3 കേസുകളാണ് ഇന്ന് കോടതിയിലെത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട് 2 ഹൈക്കോടതിയിലായി 3 കേസുകളാണുള്ളത്. കമ്പനിക്കെതിരെ നൽകിയതും കേന്ദ്ര ഏജൻസി ഇടപാടിനെതിരെ കമ്പനി നൽകിയതുമായ കേസുകൾ പരിഗണനയ്ക്കെത്തുമ്പോൾ കോടതി പരാമർശം എന്താകുമെന്നാണ് ആകാംക്ഷ. മാസപ്പടി ആരോപണത്തിന്റെ തുടക്കം മുതൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആക്ഷേപങ്ങളിൽ ശക്തമായ പ്രതിരോധത്തിലാണ് CPM. തെരഞ്ഞെടുപ്പ് മുന്നിൽ നൽകി മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനുള്ള നീക്കമല്ലാതെ മറ്റൊന്നുമല്ലെന്ന വിലയിരുത്തൽ തന്നെയാകും നേതൃത്വം മുന്നോട്ട് വയ്ക്കുക. SFIO അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതിയിലാണ് പരിഗണിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനമായ രേഖകൾ ലഭ്യമാകുന്നതിനൊപ്പം തുടർ നടപടികളിൽ സ്റ്റേയും കേസ് റദ്ദാക്കണമെന്നുമുള്ള ആവശ്യവുമാണ് വീണ വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. SFIO ഡയറക്ടർക്ക് വേണ്ടി ഹാജരാകുന്നത് കർണാടകയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ASG കുളൂർ അരവിന്ദ് കാമത്താണ്. കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചിൽ ഉച്ചയോടെ കേസ് പരിഗണനയ്ക്ക് വരും. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജിന്റെ ഹർജിയും മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് KSIDC നൽകിയ ഹർജിയുമാണ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഏതെങ്കിലും വിധത്തിൽ എതിർ പരാമർശങ്ങൾ എക്സാലോജിക്കിനെതിരെ ഉയർന്നാൽ നിയമ പോരാട്ടത്തിന്റെ മറുവഴികൾ തേടിയാകും CPM പ്രതിരോധം. ജസ്റ്റിസ് M നാഗപ്രസന്ന അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിലാണ് മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. IT കമ്പനിയായ എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണത്തിന് തടയിടണമെന്നാണ് ഹർജിയിൽ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. SFIO ഇപ്പോൾ നടത്തിവരുന്ന അന്വേഷണത്തിന് ആധാരമായ വിവരങ്ങൾ കമ്പനിക്ക് ലഭ്യമാക്കണമെന്നും ഏജൻസിയുടെ തുടർ നടപടികൾക്കെല്ലാം ഇടക്കാല സ്റ്റേ അനുവദിക്കണമെന്നുമാണ് ഹർജിയിലെ മറ്റൊരാവശ്യം. കമ്പനി മേധാവിയായ വീണയെ ചോദ്യം ചെയ്യുന്നതും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി പരിശോധനകൾ നടത്തുന്നതും തടയണമെന്നാണ് തുടർ നടപടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ വിജയനെ SFIO ചോദ്യം ചെയ്യാൻ ഒരുങ്ങവെയായിരുന്നു എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയുമായി സമീപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കമ്പനികാര്യ മന്ത്രാലയത്തെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറെയുമാണ് എക്സാലോജിക് എതിർകക്ഷികളാക്കിയിരിക്കുന്നത്. സജൻ പൂവയ്യ അസോസിയേറ്റിലെ അഭിഭാഷകനായ മനു പ്രഭാകർ കുൽക്കർണിയാണ് എക്സാലോജിക്കിന് വേണ്ടി ഹാജരാകുന്നത്. കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാകും. കരിമണൽ വ്യവസായി ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൽ ലിമിറ്റഡുമായി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് SFIOയുടെ അന്വേഷണം. വീണയുടെ കമ്പനിക്ക് CMRL 1.72 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. KSIDCയും അന്വേഷണ പരിധിയിലുണ്ട്. നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കൊച്ചി ബംഗളൂരു യൂണിറ്റുകൾ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് SFIO വിശദമായ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. CMRLുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്ന എല്ലാ പണമിടപാടുകളും SFIO അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.